നമ്മൾ പറഞ്ഞ അവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. ഇവനെ നന്നാക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പോവാം വാ. എനിക്ക് എന്റെ ബന്ധുക്കളുള്ള കാട്ടിനകത്തേക്ക് ഉടൻ തന്നെ പോകണം. എന്നാൽ നിങ്ങൾ കരടിയായിരുന്നിട്ടും എന്റെ വിഷമം എന്തെന്ന് മനസ്സിലാക്കുന്നേക്കില്ല. സത്യത്തിൽ സൂ ഒരു നല്ല സ്ഥലമാണ്. അതെ, എല്ലാ മൃഗങ്ങളും ഇവിടെ സന്തോഷമായിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ കൂട്ടുകാരെ. വൗ, ജിറാഫ്. ഹലോ, ഞാൻ നിന്റെ അളിയനാണ്. നീ എങ്ങനെയാണ് പുലിയുടെ അളിയനാവുന്നത്? നിനക്കറിയില്ലേ, പൂച്ചകളും പുലികളും ബന്ധുക്കളാണ്. അതുകൊണ്ട് ഞാൻ ഈ പുലിയുടെ അളിയനായിരിക്കും. ദാ നോക്ക്, മാന്. എത്ര സൗന്ദര്യമുള്ള മാൻകുട്ടിയാ. കൊച്ചളിയാ, ഇതെന്ത് ഗെയിമാണ്? ഇതിനെ ചെസ് എന്ന് പറയും. എനിക്കും ഇത് പഠിക്കണം. ഇത് പഠിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഇതിനെ ബുദ്ധി വേണം. ബുദ്ധി. ഒരു കരടി ഇപ്പോൾ കൂട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് നോക്കൂ. ഉടനെ പുറത്തു പോകൂ. എന്നെ എന്തിനാ തല്ലിയെന്ന് പറയുന്നടാ. ഈ കരടിയെന്താ ഇത്ര ദേഷ്യത്തില്? കരടികള് വളരെ ശാന്തരാണല്ലോ. എടാ, വിടരുത് വിടരുത്, പിടിക്കവനെ, വേഗം പിടിക്കേ. ഇവനെങ്ങാനും പുറത്തു പോയാ സിറ്റിയില് വലിയ പ്രശ്നം ഉണ്ടാവും. സംശയമുണ്ടോ? ഇവനെ തടഞ്ഞേ മതിയാകൂ. ഞാനിവന്റെ ശ്രദ്ധ തിരിക്കാം. നിങ്ങളെല്ലാവരും തയ്യാറായിരുന്നോളൂ. വേണ്ട. അടിപൊളി, സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. നിങ്ങൾ കാരണം അവനെ പിടികൂടനായത്. 2 ദിവസത്തിൽ 5 പ്രാവശ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി. ഇവനൊരു വൃത്തികെട്ട കരടിയാണ്. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. സബാഷ് കുട്ടികളെ, സബാഷ്. ഇവൻ വീണ്ടും ഇവിടെ നിന്ന് ചാടും. ഒരു കരടിക്ക് ഇവനെ മനസ്സിലാക്കാൻ കഴിയൂ. ശരി, വാ, ഈ കാര്യം ബാലുവിനോട് നമുക്ക് പറയാം. ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഉടൻ തന്നെ കഥകൾ അടയ്ക്കൂ. ഒരു കരടി, ഒരു വൃത്തികെട്ട കരടി സൂവിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരൂ.
എന്തിനാണ് കരടികളുടെ പേരിങ്ങനെ നശിപ്പിക്കുന്നത്? ഇങ്ങോട്ട് വരൂ. നിങ്ങൾ കരടികളെ വല്ലാതെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് വൃത്തികെട്ട കരടിയാണ്. അവൻ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കരടികൾ അല്ലെങ്കിലും വലിയ പ്രശ്നക്കാരാണ്. ഇങ്ങോട്ട് വരൂ. 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 ഒരു കരടി അവിടെ സൂവിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ 2 കരടികൾ ഇവിടെ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഉറക്കം വേണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. 2 ദിവസത്തിൽ 5 പ്രാവശ്യം അത് രക്ഷപ്പെടാനായി ട്രൈ ചെയ്തിരിക്കുന്നു. 5 പ്രാവശ്യം അത് ട്രൈ ചെയ്തോ? അതെ, സത്യം തന്നെയാണ്. ഈ ന്യൂസിൽ കള്ളമില്ല. ഈ സിറ്റി തന്നെ ഇപ്പോൾ ആ കരടിയെ വിചാരിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഉരുളക്കിഴങ്ങ് വാങ്ങുന്നില്ല, കാരണം അത് കാണുമ്പോൾ കരടിയെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇതുപോലുള്ള അവതാരകരൊക്കെ പിടിച്ചോണ്ടെന്ന് റെയിൽവേ ട്രാക്കിന് നടുക്ക് കെട്ടിയിടണം. കരടികളുടെ പേര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു കരടിയാണ്. ഞാനൊരു ഡോക്ടറാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയുമാണ്. എങ്കിൽ അവരെയും നല്ല വ്യക്തിയാക്കൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ സൂവിൽ നിന്ന് വരികയാണ് സർ. അപകടകാരിയായ കരടിയാണവൻ. അങ്ങയുടെ ബന്ധുവും കൂടിയാണ്. അങ്ങ് തന്നെ അവനെ നന്നാക്കി എടുക്കണം. നീ പറഞ്ഞത് നല്ലതാണ്. നീ പറഞ്ഞത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. എന്തൊരു കാര്യമാണ്. നാളെ രാവിലെ തന്നെ ഞാൻ അവനോട് പോയി സംസാരിക്കുന്നതായിരിക്കും. അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നീ ചെയ്യുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇങ്ങോട്ട് വരൂ. ആദ്യം ഈ കഥ തുറക്കൂ. ഞാൻ കരടിയാണ്, കൂടാതെ ഡോക്ടറുമാണ്. ഞാൻ ഈ കാട്ടിലെ കരടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതെ അതെ, പറഞ്ഞു കൊടുക്ക്. ഇവൻ കാരണം ജീവിതം തന്നെ കട്ടപ്പൊക്കെയായി. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരൂ. ഞാനാണ് മൂത്തവൻ. നീ ഇങ്ങോട്ട് വരൂ. എന്നിട്ട് പറയൂ, നീ ഇവിടെ എന്തിനാ വന്നത്? ഈ കരടി കരടികളുടെ പേര് തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ ഒന്ന് ഉപദേശിക്കാൻ വന്നതാ. കൊള്ളാം, നീ ഉപദേശിക്കാൻ വന്നാണല്ലേ. ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതാ. രണ്ടുപേരും ഒന്നിച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ ഇവന് മനസ്സിലാവുകയുള്ളൂ. മനസ്സിലാക്കി കൊടുക്കണം. എന്താ, മനസ്സിലായോ? ദേഷ്യത്തിലാണ്. പ്രശ്നം വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് നോക്കൂ. നീ കരടികളുടെ പേര് മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കരടിയാണ്. ഞാനൊരു ഡോക്ടറാണ്. ആ കാര്യം നീ മനസ്സിലാക്കണം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. നമ്മൾ പറഞ്ഞ അവന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നാൽ എനിക്കൊരു കാര്യം ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. ഇവനെ നന്നാക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പോവാം, വാ. എനിക്ക് എന്റെ ബന്ധുക്കളുള്ള കാട്ടിനകത്തേക്ക് ഉടൻ തന്നെ പോകണം. എന്നാൽ നിങ്ങൾ കരടിയായിരുന്നിട്ടും എന്റെ വിഷമം എന്തെന്ന് മനസ്സിലാക്കുന്നേയില്ല. എന്തായാലും ഡോക്ടർ പോയി അവനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. അല്ല, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോയതായിരിക്കും. സംശയമുണ്ടോ? അതെ, പക്ഷെ അവൻ ഞങ്ങളെ പഞ്ഞിക്കിട്ടു. അവൻ നന്നായിട്ട് പറഞ്ഞു തന്നു. ഒരു ടീം പരട്ടിയും പറഞ്ഞു തന്നു. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ഇനി ഒന്നും അറിയണ്ട. ഇനി ഞങ്ങൾക്ക് ആരെയും ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ട. അവൻ ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും തരാതെ വന്നത്. കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് അവൻ ഇടി അങ്ങോട്ട് തുടങ്ങി. വല്ലാത്ത ടാലന്റാ. ഡോക്ടർമാരായ ഞങ്ങളുടെ ആരോഗ്യം ഇനി വേറെ വല്ല ഡോക്ടർമാരെ കണ്ട് ശരിയാക്കേണ്ടി വരും. ശരി, ഇപ്പൊ അവൻ എന്താണ് വേണ്ടത്? അവനവന്റെ ബന്ധുക്കളോടൊപ്പം കാട്ടിലേക്ക് പോണോ അത്രേ. കുടുംബത്തെ പിരിഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ പ്രശ്നം. അതാണ് അവൻ ഇത്ര ദേഷ്യം. നിങ്ങളൊന്ന് മാറിയെന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകായിരുന്നു. നല്ല നാടൻ മരുന്ന് കഴിച്ചാൽ ഇടിയും ചതവും ഒക്കെ മാറിക്കിട്ടു. ആദ്യം 2 പെയിൻ കില്ലർ അടിക്കണം. കില്ലർ ഇടേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നല്ല മരുന്ന് തരാം. അത് ശരിക്കും അങ്ങോട്ട് പുരട്ടിയാ വേദന മാറിക്കോളും. ഞാൻ നിനക്ക് പെയിൻ കില്ലർ തരാം. അതിട്ടാ മൊത്ത വേദനയും മാറും. ഓ, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നതിലും അർത്ഥമുണ്ട്. ബന്ധുക്കൾ അടുത്തില്ലെങ്കിൽ ആർക്കും ദേഷ്യം വരും. നമുക്ക് അവനെ പോയി സഹായിക്കാം. അതെ, വാ. നമുക്ക് അതിനകത്ത് നിന്നും അവനെ മോചിതനാക്കണം. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾ കാരണമാണ് ഞാൻ വീണ്ടും ഇതിനകത്ത് കുടുങ്ങിയത്. ഞങ്ങൾ നിന്നെ രക്ഷിക്കാം. എന്താ? നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി ഞങ്ങൾ നിന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് അയക്കാൻ പോവുകയാണ്. എന്താ അങ്ങനെ സംഭവിക്കുവോ? ആ കാണുന്ന മതിലിന്റെ പിൻവശം വലിയൊരു കാടാ ഉള്ളത്. നീ എങ്ങനെയെങ്കിലും ആ മതിൽ ചാടിക്കടക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്ക്. ഇവൻ വളരെ അപകടകാരിയായ കരടിയാണ്. അവനെ ഒരു അപകടകാരിയാക്കിയത് നിങ്ങളാണ്. സംശയമുണ്ടോ? ഞാൻ റിംഗ് മാസ്റ്റർ ആണ്. സർക്കസിൽ കരടി ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കും. ന്യൂസ് കേട്ടിട്ട് ഞങ്ങൾ ഇവനെ ട്രെയിനിങ് ചെയ്യാൻ വന്നതാണ്. വേഗം കഥ തുറക്ക്. ചെയ്യേ ട്രെയിൻ ചെയ്യേ. വല്ലാത്ത പ്രശ്നക്കാരനാണ് ഈ കരടി. വിടാ, ആരെയും ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല.
പിടിക്ക് പിടിക്ക്. അങ്ങോട്ടല്ല, ഇങ്ങോട്ടേക്ക് ഓട്. വേഗം വേഗം ഉടൻ തന്നെ മയക്ക ഇഞ്ചക്ഷൻ വയ്ക്കേ. പിടിക്ക് പിടിക്ക്. പിടിക്ക്, 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 പിടിക്ക്. എടാ 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 നിങ്ങളൊന്ന് മാറി നിൽക്ക്. ഇതിൽ കയറി ചാടിക്കോ. അയ്യോ. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ മതിൽ ചാടി കിടക്കണം. ചാടണം. അവലിയ ശക്തമായിട്ട് തള്ളു. ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. സംശയമുണ്ടോ? ആയിക്കോ കൂട്ടുകാരെ. സാറേ ഇവന്മാര് 4 പേരും കൂടിയാ ആ കരടി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. എന്തോ സർ, അവന്റെ ബന്ധുക്കളെ കാണാനായിട്ട് അവൻ കാട്ടിലേക്ക് പോയതാണ്. സാറേ, അവൻ ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും പുറത്തു ചാടാൻ വേണ്ടി നോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ചെയ്തത് ഒരു പക്ഷെ തെറ്റായിരിക്കാം. പക്ഷെ അവന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ ഒരു തെറ്റുമില്ല. സംശയമുണ്ടോ? ഒരു സംശയമില്ല. മൃഗങ്ങളുടെ വീട് കാട് തന്നെയാണ്. സൂവും ഒരു കാട് പോലെ തന്നെയാണ്, ജയിലൊന്നുമല്ല. ഇവിടെ മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ശിക്ഷയൊന്നും കിട്ടില്ലേ? തീർച്ചയായും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം.